നമുക്കൊരു പുതിയ രീതിയിൽ ഓട്സ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിലേക്ക് 1 കപ്പ് ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പാത്രത്തിലാണ് ഞാൻ കാച്ചാൻ പോകുന്നത്. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 കപ്പ് തേങ്ങ അതും ഇട്ട് കൊടുക്കുക. പിന്നെ കപ്പലണ്ടി കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത കപ്പലണ്ടി തന്നെയാണെങ്കിൽ ആ സമയത്തൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. 1 കപ്പ് ഓട്സാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഓട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 ഗ്ലാസ് വരും. 2 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ ഗ്ലാസ് വെള്ളവും ഒഴിച്ച്. അപ്പോൾ ഇതിലേക്ക് ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനല്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ഇപ്പം ഇടാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പരുവത്തിൽ കിട്ടും. കപ്പലണ്ടി ഇതിൽ തന്നെ കിടക്കുകയാണ്. ഇത് ഇനി അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം. അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെവിട്ടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇപ്പോൾ ഓട്സ് പൊടിച്ചെടുത്തത് കൊണ്ട് അതിലേക്ക് ചേർത്ത തേങ്ങയും ഒന്ന് പൊടിച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഓട്സ് പൊടിച്ചില്ലെങ്കിൽ തേങ്ങയും പൊടിക്കാതെ തന്നെ ഇടാം. അപ്പോൾ കഞ്ഞി കുടിക്കുന്ന കണക്ക് കുടിക്കാം. ഇത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ എളുപ്പമായിരിക്കും. വല്ലപ്പോഴും ചവയ്ക്കുന്നത് ഒരു രസമായിരിക്കും. പിന്നെ ഞാൻ 1 ഗ്ലാസ് പാലാണ് ഇത് ഒഴിക്കുന്നത്. ഇതിപ്പോൾ കട്ടിയായിട്ടുണ്ട്. ഓട്സ് ശരിക്കും ഒരുപാടിട്ടങ്ങ് വേവിക്കേണ്ട എന്ന് കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ കേട്ടതാണ്. അപ്പോൾ അത് കുറുകി വന്നപ്പോഴത്തേക്ക് ഞാൻ ആ പാലൂടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് നട്ട്സൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോഴേ വിചാരിക്കും ഇത്രയും നട്ട്സൊക്കെ ചേർത്ത് എന്നാലും വിറ്റാമിൻ ഒക്കെ വേണമല്ലേ, ആവശ്യത്തിന് കുറച്ചൊക്കെ വേണമല്ലേ. അണ്ടിപ്പരിപ്പെന്നൊക്കെ പറഞ്ഞാൽ നല്ല ചീത്ത കൊളസ്ട്രോൾ അടിച്ചു പോയിട്ട് നല്ല കൊളസ്ട്രോൾ വരുന്നതിന് സഹായിക്കും അണ്ടിപ്പരിപ്പ്. അതുപോലെ തന്നെ പാലും. പിന്നെ പാൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ വേണ്ടാത്തവർക്ക് പാൽ ഒഴിവാക്കിയിട്ട് അതിനും കൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും പാലൊഴിച്ചതിന് ശേഷം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി ബദാം. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഇതെല്ലാമൊന്നും കാണത്തില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. കയ്യിലുള്ള ഇത്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ആദ്യമേ ഇട്ടിട്ടുണ്ട്. അതിനിച്ചിരി വേവുള്ളത് കൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബദാമും കപ്പലണ്ടി ആദ്യമേ ഇട്ടിട്ടുണ്ട്. കപ്പലണ്ടി ആദ്യമേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അണ്ടിപ്പരിപ്പിട്ട് ബദാമിട്ട് ഈന്തപ്പഴം ഇട്ട്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഷുഗർ ചേർത്തിട്ടില്ല. അപ്പോൾ ഷുഗർ വേണ്ടാത്തവർക്ക് ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്, ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് തീ ഓഫാക്കാം. ഇതാണ് നല്ല അടിപൊളിയായൊരു ഓട്സാണ്. ഇങ്ങനെ കാച്ചി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓട്സ് ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടും. ഇത്രയും ലൂസായിട്ട് മതി രാത്രിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക്. കുട്ടികൾക്ക് വേറെ ഇഷ്ടപ്പെടും. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അധികം ടേസ്റ്റിയോടുകൂടി ഓട്സ് തയ്യാറാക്കിയിരിക്കുകയാണ്. അത് നമുക്ക് ഇങ്ങനെ ബൗളിലോട്ട് കോരി ഉപയോഗിക്കാം. ഇത് രാവിലെ ആയാലും രാത്രി ആയാലും കഴിക്കാൻ അത്ര ലൂസ് ഒന്നുമല്ല, കട്ടിയായിട്ടിരിക്കുകയാണ്. നമുക്കിത് വേണമെങ്കിൽ പുഡിങ്ങായിട്ട് വേണമെങ്കിലും ആക്കി കഴിക്കാം. പഞ്ചസാര വേണമെന്നവർക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർത്താൽ അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് കിട്ടും. നമുക്ക് പഞ്ചസാര വേണ്ടാത്തതുകൊണ്ടാണ് പഞ്ചസാര ഇടാതെ തയ്യാറാക്കി എടുത്തത്. അതിനകത്ത് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്.